ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ ഉമ്മുക്കുൽസു ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് ചിക്കൻ ഉമ്മുക്കുൽസു. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, 1/4 കഷ്ണം തക്കാളി, 1/4 കഷ്ണം സവാള, പിന്നെ വറുത്തെടുത്ത പെരിഞ്ജീരകം, പച്ചമല്ലി, വറ്റൽമുളക്, ഇതെല്ലാം കൂടെ വറുത്തെടുത്തതാണ്. ഇതെല്ലാം കൂടെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സുർക്ക വിനെഗറും കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നാക്കി അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പരുവത്തിലാവണം. അങ്ങനെ അരച്ചെടുത്ത ഇതാണ് നമ്മുടെ മാരിനേഷൻ. ഇത് നമ്മൾ ചിക്കനിലേക്ക് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ കണ്ടില്ല, നന്നായി കഴുകിയെടുത്ത് ഞാൻ വരഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ വരഞ്ഞിടുമ്പോൾ ഒരുപാട് ഉള്ളിലേക്ക് വരയണ്ട. അങ്ങനെ വരഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് മറിച്ചിടൊക്കെ ചെയ്യുമ്പോൾ വേവിക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഉള്ളിലേക്ക് വരയണ്ട. എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചിക്കൻ്റെ നമ്മൾ റെഡിയാക്കി വെച്ച മാരിനേഷൻ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇത് ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ ഇതിൽ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ വെള്ളത്തോട് കൂടി ചെയ്താൽ മസാല പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നന്നായിട്ട് ഒന്ന് ടിഷ്യൂ വെച്ചിട്ട് തുടക്കുക. എന്നിട്ട് ഉൾഭാഗത്തേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക മസാല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മസാല റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണക്കം മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള ഞാൻ 1 സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയൊരു സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് തീ കുറച്ച് വെച്ച് അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഏകദേശം ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ മൂടി തുറക്കുകയാണ്. ഇനി നമുക്കിതൊക്കെ പൊടികൾ ചേർത്ത് കൊടുക്കുക. പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയാണ്. മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തീ കുറച്ച് വെക്കുക. എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി മുറിച്ചിട്ടിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ പോലെ തന്നെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നങ്ങ് അടച്ച് വെക്കുക. എന്നിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ അത് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം മല്ലിച്ചപ്പും കൂടി ചെറുതാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. അടുപ്പ് ഓഫ് ചെയ്യുക. നമുക്ക് ചിക്കൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എടുത്തതാണ്. ഇനി നമ്മൾ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങിയതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ ഉള്ളിൽ നല്ല മസാല പിടിച്ചിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ചിക്കൻ പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു നൂലിട്ട് കെട്ടുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കുക്ക് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രഷർ കുക്കറിലാണ് ചിക്കൻ കുക്ക് ചെയ്യുന്നത്. ചെറിയൊരു പ്രഷർ കുക്കറാണ് എടുത്തത്. 3 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ്റെ ബ്രസ്റ്റ് ഭാഗമാണ് ഞാൻ താഴോട്ട് ആക്കി വെച്ച് കൊടുക്കുന്നത്. ചിക്കൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചെറിയ ചിക്കൻ തന്നെ എടുക്കണം ഇതുണ്ടാക്കാൻ. എന്നാലും നന്നായിട്ട് കുക്കായിട്ട് കിട്ടുകയുള്ളൂ. ഇത് 800 ഗ്രാമിൻ്റെ ഒരു ചിക്കനാണ് ഞാൻ എടുത്തത്. ഇനി നമുക്കിത് അടച്ച് വെക്കുക. വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. തീ കുറച്ച് വെച്ചിട്ട് 10-15 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. വിസിലടിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്. 10 മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇപ്പോൾ അതൊക്കെ കണ്ടില്ല, ഇതിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ തന്നെ ഒരുപാട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് ഇട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വേറെ എണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട. അതിലുള്ള ആ എണ്ണ തന്നെ മതി. അപ്പോൾ അത് ഞാൻ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ച് മറിച്ച് വിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുക്കറിലൊന്നും ഒന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ആരും പേടിക്കേണ്ട. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി ഇതൊന്ന് ആ വെള്ളം വറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഉമ്മുക്കുൽസുവിനെ നല്ല സുന്ദരിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് കണ്ണായിട്ട് ഞാൻ ഗ്രാമ്പുമാണ് വെച്ച് കൊടുത്തത്. ക്യാരറ്റിൻ്റെ ചെറിയൊരു പീസ് ഞാൻ മൂക്കായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സുന്ദരിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ ഒരു സ്ക്യൂവർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മുട്ട കണ്ണും മൂക്കൊക്കെ വെച്ച് നല്ല റെഡി ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഷോളായിട്ട് യൂസ് ചെയ്തത് ചെഡർ ചീസാണ്. ചെഡർ ചീസ് ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. കുറച്ചിങ്ങനെ മടക്കായിട്ട് കിട്ടണമെങ്കിൽ അതിങ്ങനെ ചെറുതായിട്ട് മെൽറ്റായി വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ചെഡർ ചീസിൻ്റെ 2 പീസ് സ്ലൈസ് എടുത്തിട്ട് ഇങ്ങനെ ഷോളാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഷോൾ ജോയിൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ മിഡിൽ ജോയിൻറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ബാക്കിൽ നിന്ന് കാണുമ്പോൾ നല്ല അടിപൊളിയാണ്. അതിങ്ങനെ മെൽറ്റായി വരുമ്പോൾ കറക്റ്റ് നമ്മൾ ഷോള് മുടീൻ്റെ ആ ഒരു സ്റ്റെപ്പ് പോലെ നിൽക്കും. അത് ചൂടോട് കൂടി തന്നെ വെച്ച് കൊടുക്കണേ. ചിക്കൻ ചൂടോട് കൂടി വെക്കുമ്പോഴാണ് അതിങ്ങനെ മെൽട്ടായിട്ട് കിട്ടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജോ ഉള്ളിത്തോലോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും. ഷെയർ ചെയ്യാം കേട്ടോ.